നമസ്കാരം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ BJP അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചു എന്ന് തന്നെയാണ് പൊതുവെ നമ്മളെല്ലാവരും കരുതുന്നത്. എന്നാൽ BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ളൊരു വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിലും മറ്റ് ജില്ലകളിൽ തങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു വിജയം നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പാർട്ടി വിശ്വസിക്കുന്നത്. നഗര മേഖലകളിലാണ് BJPക്ക് വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിവിധ കോർപ്പറേഷനുകളിലായി ഏതാണ്ട് 93ഓളം കൗൺസിലർമാരെയാണ് പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഭരണം ലഭിച്ചത് തിരുവനന്തപുരത്ത് മാത്രമാണ്. എന്നാൽ മറ്റ് കോർപ്പറേഷനുകളിലൊക്കെ തന്നെ അവർക്ക് ഒരു നിർണായക ശക്തിയായി മാറാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയും വരും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് അവർ കൂടുതൽ കാര്യങ്ങൾ വിശകലനം നടത്തുമ്പോൾ നിലവിൽ 2 സീറ്റുകളിൽ മാത്രം വിജയിക്കാനാണ് സാധ്യത എന്നാണ് BJP നേതൃത്വത്തിൻ്റെ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ഡലങ്ങൾ പിടിക്കാൻ, അതായത് നഗര കേന്ദ്രീകൃതമായി കൂടുതൽ മണ്ഡലങ്ങൾ പിടിക്കാനുള്ള ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയാണ് BJP. ഏതാണ്ട് 35ഓളം സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി ഓരോ മണ്ഡലത്തിനും, ഈ 35 മണ്ഡലങ്ങൾക്ക് ഓരോ മണ്ഡലത്തിനും ഓരോ പ്രഭാരിയെ വീതം നിയമിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്താനും അങ്ങനെ അതിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ തന്നെ അനുസരിച്ച് മുന്നോട്ട് കാര്യങ്ങൾ നീക്കാനുമാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, BJPയുടെ കൈവശമുണ്ടായിരുന്ന ഏതാണ്ട് 600ഓളം സീറ്റുകൾ നഷ്ടമായിട്ടുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ 600ഓളം സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നും ഇത് തിരിച്ചു പിടിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളതുമൊക്കെ തന്നെ അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം മനസ്സിലാക്കാനുമായി നേതൃയോഗങ്ങൾ ചേരുകയാണ്. ഈ മാസം 20-ന് മുമ്പ് പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന യോഗങ്ങൾ പ്രാദേശിക നേതാക്കളുമായി നടത്താനും അങ്ങനെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ളൊരു വിശകലനം നടത്താനുമാണ് പാർട്ടി ഇപ്പോൾ നീക്കം നടത്തുന്നത്. എന്ത് വന്നാലും കൂടുതൽ സീറ്റുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള വളരെ പ്രഗത്ഭനായ ഒരാളിനെ, ഒരു പ്രത്യേകിച്ച് പ്രൊഫഷണലായ ടെക്നോക്രാറ്റായ ഒരാളിനെ സംസ്ഥാന അധ്യക്ഷനായി ഇങ്ങോട്ട് കേന്ദ്ര നേതൃത്വം നിയോഗിക്കുമ്പോൾ അവർ മുൻകൂട്ടി കണ്ടിരുന്നതും കേരളത്തെ എങ്ങനെ പുതിയ തലമുറയെ ആകർഷിച്ചുകൊണ്ട് BJPയിലേക്ക് എത്തിക്കാമെന്നും അങ്ങനെ ഭാവിയിൽ BJPയുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ അവർ തീരുമാനിച്ചിരുന്നു. തിരുവനന്തപുരത്ത് തിളക്കമാർന്ന വിജയം നേടാൻ BJPക്ക് കഴിഞ്ഞു എങ്കിൽ പോലും തൃശ്ശൂരിൽ ഉണ്ടായ തിരിച്ചടി BJP നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. കാരണം ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ BJPക്ക് ഒരു ലോക്സഭാംഗത്തെ ലഭിച്ചത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമായിരുന്നു. എന്നാൽ ഇപ്പോൾ തൃശ്ശൂരിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ BJPക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള വിജയം നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രവുമല്ല, തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണം UDFന് ലഭിക്കുകയും ചെയ്തു എന്നുള്ള കാര്യവും BJP കേന്ദ്ര നേതൃത്വം ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു ലോക്സഭാംഗം ജയിച്ച അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുന്ന അതേ സന്ദർഭത്തിൽ അതേ മണ്ഡലത്തിൽ പാർട്ടിക്ക് ഉണ്ടായ തിരിച്ചടി അല്ലെങ്കിൽ പാർട്ടിക്ക് ഉദ്ദേശിച്ച രീതിയിൽ വിജയം നേടാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതും പാർട്ടി വളരെ വിശദമായി തന്നെ പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ നഗരസഭകളിൽ ഏതാണ്ട് 324 സീറ്റുകളാണ് BJPക്ക് നേടിയിട്ടുള്ളത്. പല മുനിസിപ്പാലിറ്റികളിലും പാർട്ടി 2ാം സ്ഥാനത്താണ്. അവിടുത്തെ ചെയർമാൻ, വൈസ് ചെയർമാൻ പദവികളിലേക്ക് തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടിയുടെ നിലപാട് വളരെ നിർണായകമാണ്. ചില മുനിസിപ്പാലിറ്റികളിൽ BJPയുടെ വോട്ടും ഏറെ പ്രധാനപ്പെട്ടതായി മാറുന്ന സന്ദർഭം വരികയാണെങ്കിൽ BJP അംഗങ്ങൾ മത്സരിക്കണം എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ പിന്തുണയ്ക്കുക, അതല്ലെങ്കിൽ വിട്ടു നിൽക്കുക എന്നുള്ളതിനേക്കാളും നല്ലത് BJPക്കും അവിടെ ഈ സ്ഥാനത്തേക്ക് മത്സരിക്കാം, ഉള്ള അംഗങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നതായിരിക്കും അതിൻ്റേതായ ഒരു രീതി എന്നാണ് പാർട്ടി കരുതുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിലപാട്. മാത്രമല്ല, കേരളത്തിലെ 1500ഓളം വാർഡുകളിൽ പാർട്ടി നിസ്സാര വോട്ടിനാണ് പരാജയപ്പെട്ടത് എന്നുള്ളൊരു പ്രശ്നവും അവിടെ അവശേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം പോലെ തന്നെ BJPക്ക് നല്ല സ്വാധീനമുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലും പാർട്ടിക്ക് ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും പാർട്ടി നേതൃത്വത്തെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരത്തിനൊപ്പം കൊല്ലവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പാർട്ടിയിൽ സജീവമാകാൻ സാധ്യത. മുതിർന്ന നേതാക്കളെ തന്നെ ഇതിൻ്റെയൊക്കെ തന്നെ ചുമതല ഏൽപ്പിച്ച് കൊല്ലം ജില്ലയിലും പാർട്ടിക്ക് കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യവും പാർട്ടിയുടെ പരിഗണനയിലാണ്. നേരത്തെ പലപ്പോഴും ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള വോട്ടുകളാണ് BJPക്ക് ലഭിച്ചിരുന്നത് എങ്കിൽ ഇക്കുറി CPMൽ നിന്ന് ധാരാളം വോട്ട് BJPക്ക് ലഭിച്ചു എന്ന് വേണം കരുതാൻ. അത്തരത്തിലുള്ള ഒരു വാർത്തകളുമാണ് പുറത്തു വരുന്നത്. നേരത്തെ CPM അനുകൂലികളായിരുന്ന അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളായിരുന്ന നിരവധി പേർ ഇക്കുറി BJPക്ക് വോട്ട് ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. CPMൻ്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്ന വേളയിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള
വാർഡുകളിൽ ജനങ്ങൾ ബി ജെ പിക്കും യു ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളിൽ യു ഡി എഫിനുമാണ് വോട്ട് ചെയ്തത് എന്നാണ് സി പി എം നേതൃത്വം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ കുറച്ചുകൂടി നേരത്തെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബി ജെ പി കൃത്യമായൊരു പദ്ധതിയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി മിന്നുന്ന വിജയം നേടാൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാസം 20-ന് മുമ്പ് മുഴുവൻ മണ്ഡലങ്ങളിലും പാർട്ടി ജനറൽ സെക്രട്ടറിമാരെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് വിശകലന യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നും അതിന്മേൽ ഒരുപക്ഷെ ആരെങ്കിലും പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കുക അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് വേണ്ട രീതിയിൽ സഹകരിക്കുകയോ ചെയ്യാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നൊക്കെ ഉള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പോകുന്നത്. കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അടുത്ത് നടക്കാനിരിക്കുന്ന മാസങ്ങൾക്കുള്ളിൽ 2-3 മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ പ്രധാനപ്പെട്ടതാണ്. ദേശീയ തലത്തിലും ബി ജെ പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചതൊക്കെ തന്നെ വലിയ വാർത്തയായി മാറുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം ഏറെ പ്രതീക്ഷയോടാണ് ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്തുയരുക എന്നുള്ളത് പ്രധാനമാണ്. നഗര കേന്ദ്രീകൃതമായി കൂടുതൽ പ്രവർത്തിക്കുന്നതിന് ഒപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പഞ്ചായത്തുകളിൽ അംഗങ്ങൾ ബി ജെ പിക്ക് ലഭിച്ചതും പാർട്ടിക്ക് ഏറെ പ്രോത്സാഹനജനകമായി മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച തീരുമാനം ഉടൻ തന്നെ ആകും എന്നാണ് പറയപ്പെടുന്നത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത് സംബന്ധിച്ച കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആദ്യമായിട്ടാണ് കോർപ്പറേഷൻ ഒരു മേയർ ലഭിക്കുന്നത്. അത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കണമെന്ന് പാർട്ടിക്ക് നിർബന്ധമുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണം കാട്ടിക്കൂട്ടിയ അഴിമതിയും വൃത്തികേടും കെടുകാര്യസ്ഥതയും ഒക്കെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് പുതിയൊരു ഇമേജോടുകൂടി അല്ലെങ്കിൽ കോർപ്പറേഷനെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ കോർപ്പറേഷൻ്റെ ഭരണ സാരഥ്യം ഏൽക്കുന്നവരെയാണ് ഈ മേയർ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം തങ്ങളുടെ സാന്നിധ്യം നിയമസഭയിൽ തെളിയിക്കേണ്ട കടമ അവർക്കുണ്ട്. നേരത്തെ ഒ രാജഗോപാൽ എന്ന ഒരു മുതിർന്ന നേതാവ് മാത്രമാണ് കേരള നിയമസഭയിൽ ബി ജെ പി പ്രതികരിച്ചിരുന്നത് എങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പേരെ കേരള നിയമസഭയിൽ എത്തിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ 35 സീറ്റുകൾ കണ്ടെത്തി അവിടെ വിജയസാധ്യത കണ്ടെത്തി അവിടെ പ്രത്യേക പ്രഭാരിമാരെ തന്നെ നിയോഗിച്ച് ഈ സീറ്റുകൾ പരമാവധി വിജയിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ പാർട്ടി ആവിഷ്കരിക്കുന്നത്. ഏതായാലും രാജേന്ദ്രശേഖരനെ സംബന്ധിച്ചും ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ നേട്ടം അദ്ദേഹത്തിന് ഏറെ അഭിമാനകരമായി മാറിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജേന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ബി ജെ പി എന്ന് പറയുന്നത് ജയിക്കാനുള്ള പാർട്ടി തന്നെയാണ് എന്ന് തെളിയിക്കുക എന്നുള്ളത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ആദ്യ സൂചന നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്ത് മണ്ഡലത്തിലെ അവരുടെ സ്വാധീനമൊക്കെ കൂടി കണക്കിലെടുത്ത് തന്നെ സ്ഥാനാർത്ഥികളെ നിർത്താനും അങ്ങനെ കേരളത്തിൽ ഒരു നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറാനും തന്നെയാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.